എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് SCRT 9ാം ക്ലാസ് അതിലെ ഹിസ്റ്ററി 5ാമത്തെ ചാപ്റ്റർ സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്ന ചാപ്റ്ററിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരി ജിയോവനി സെരാരി. 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയാണ് ജിയോവനി സെരാരി എന്നുള്ളത്. ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിലെത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. ഏത് സഞ്ചാരിയുടെ നിരീക്ഷണമാണിത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജിയോവനി സെരാരിയുടെ നിരീക്ഷണമായിരുന്നു അത്. ലോകമെമ്പാടുമുള്ള വ്യാപാരത്തിലൂടെ വിനിമയം ചെയ്യപ്പെട്ട വെള്ളിയും സ്വർണവും ഒടുവിലെത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. ഏത് സഞ്ചാരിയുടെ നിരീക്ഷണമാണെന്ന് ചോദിച്ചാൽ ജിയോവനി സെരാരിയുടെ നിരീക്ഷണമായിരുന്നു അത്. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെത്തിയ നൂറ്റാണ്ട് 14ാം നൂറ്റാണ്ട്. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെത്തിയ നൂറ്റാണ്ട് 14ാം നൂറ്റാണ്ട്. ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥം കിതാബുൾ റിഹ്ലയാണ്. ഇന്ത്യയിലെ കാർഷിക പുരോഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിതാബുൾ റിഹ്ലയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കൃഷി വ്യാപിക്കുന്നതിനു വേണ്ടി ദോവാബ് പ്രദേശം കർഷകർക്ക് വീതിച്ചു നൽകിയ സൽത്തനത്ത് ഭരണാധികാരി ആരായിരുന്നു ചോദിച്ചാൽ ബാൽബനാണ്. കൃഷി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടി ദോവാബ് പ്രദേശം കർഷകർക്ക് വീതിച്ചു നൽകിയ സൽത്തനത്ത് ഭരണാധികാരി ബാൽബൻ. ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കുന്നതിന് കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ജലസേചനത്തിനായി കിണറുകൾ നിർമ്മിക്കുന്നതിന് കർഷകർക്ക് പണം മുൻകൂറായി നൽകിയ ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്. യമുന നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കനാലുകൾ നിർമ്മിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക്. യമുന നദിയിൽ നിന്ന് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ കനാലുകൾ നിർമ്മിച്ച ഭരണാധികാരി ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഇന്ത്യയിലെ കൃഷിരീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബുൾ ഫസലിന്റെ കൃതി ഐൻ ഇ അക്ബരിയാണ്. ഇന്ത്യയിലെ കൃഷിരീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അബുൾ ഫസലിന്റെ കൃതി ഐൻ ഇ അക്ബരി. ഡൽഹിയിലും ബംഗാളിലും കൃഷി ചെയ്തിരുന്ന വ്യത്യസ്ത ഇനം നെല്ലുകളെ പറ്റിയും ആഗ്രതയിൽ കൃഷി ചെയ്തിരുന്ന 39 ഇനം വിളകളെ പറ്റിയും വിശദീകരിച്ച അബുൾ ഫസലിന്റെ കൃതി ഐൻ ഇ അക്ബരിയാണ്. ഡൽഹിയിലും ബംഗാളിലും കൃഷി ചെയ്തിരുന്ന വ്യത്യസ്ത ഇനം നെല്ലുകളെ പറ്റിയും ആഗ്രതയിൽ കൃഷി ചെയ്തിരുന്ന 39 ഇനം വിളകളെ പറ്റിയും വിശദീകരിച്ച അബുൾ ഫസലിന്റെ കൃതി ഐൻ ഇ അക്ബരിയാണ്. മധ്യകാല ഇന്ത്യയിൽ കാർഷിക പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി വികസിപ്പിച്ച ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം. അവ പേർഷ്യൻ ചക്രം, ഇരുമ്പുകൊഴു ഘടിപ്പിച്ച ഭാരം കുറഞ്ഞ കലപ്പ, വിത്ത് വിതയ്ക്കാനുള്ള ഡ്രിൽ എന്നിവയായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ കാർഷിക പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി വികസിപ്പിച്ച ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പേർഷ്യൻ ചക്രം, ഇരുമ്പുകൊഴു ഘടിപ്പിച്ച ഭാരം കുറഞ്ഞ കലപ്പ, വിത്ത് വിതയ്ക്കാനുള്ള ഡ്രിൽ എന്നിവയാണ്. ഇന്ത്യയിലേക്ക് ചോളം വന്നത് എവിടെ നിന്നുമാണ്? സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമാണ്. ഇന്ത്യയിലേക്ക് ചോളം വന്നത് എവിടെ നിന്നാണ്? സ്പെയിനിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും. മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വിത്ത് വിതയ്ക്കാനുള്ള ഉപകരണമായിരുന്നു ഡ്രിൽ. മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന വിത്ത് വിതയ്ക്കാനുള്ള ഒരു ഉപകരണമായിരുന്നു ഡ്രിൽ. മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ജലചക്ര മാതൃക എവിടെ നിന്നുമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേർഷ്യയിൽ നിന്നുമായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ജലചക്ര മാതൃക എവിടെ നിന്നുമായിരുന്നു? പേർഷ്യ. മധ്യകാലഘട്ടത്തിന്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് ചോളവംശമായിരുന്നു. മധ്യകാലഘട്ടത്തിന്റെ ആരംഭത്തിൽ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് ചോളവംശം. മധ്യകാലഘട്ടത്തിൽ ചോളഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ കാർഷിക സമൃദ്ധിക്ക് കാരണമായ നദി കാവേരിയാണ്. മധ്യകാലഘട്ടത്തിൽ ചോള ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ കാർഷിക സമൃദ്ധിക്ക് കാരണമായ നദി കാവേരി.
ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാവേരി നദിയിലെ ജലസമൃദ്ധി, കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്, ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ, ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ എന്നിവയാണ്. ദക്ഷിണേന്ത്യയിലെ കാർഷിക പുരോഗതിയെ സഹായിച്ച ഘടകങ്ങൾ കാവേരി നദിയിലെ ജലസമൃദ്ധി, കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന എക്കൽ മണ്ണ്, ജലസേചനത്തിനായി ചോള രാജാക്കന്മാർ നിർമ്മിച്ച കനാലുകൾ, ഗ്രാമഭരണം നടത്തിയ സഭകൾക്ക് കീഴിൽ കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന സമിതികൾ എന്നിവയാണ്. ചോള ഭരണകാലത്തെ ചരിത്ര സ്രോതസ്സുകൾ നൽകുന്ന വിവരണമനുസരിച്ച് എത്ര തരം കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 തരത്തിലുള്ള കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു. ചോള ഭരണകാലത്തെ സ്രോതസ്സുകൾ നൽകുന്ന വിവരമനുസരിച്ച് എത്ര തരം കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 4 തരത്തിലുള്ള കൃഷിഭൂമികളാണ് ഉണ്ടായിരുന്നത്. ചോള ഭരണകാലത്ത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി അറിയപ്പെടുന്നത് ബ്രഹ്മദേയ എന്നാണ്. ചോള ഭരണകാലത്ത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി അറിയപ്പെടുന്നത് ബ്രഹ്മദേയ. ചോള ഭരണകാലത്ത് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമി അറിയപ്പെടുന്നത് ദേവദാന എന്നാണ്. ചോള ഭരണകാലത്ത് ക്ഷേത്രങ്ങൾക്ക് ലഭിച്ച ഭൂമി അറിയപ്പെടുന്നത് ദേവദാന എന്നാണ്. ചോള ഭരണകാലത്ത് കർഷകരുടെ കയ്യിലുള്ള ഭൂമി അറിയപ്പെടുന്നത് വെള്ളാൻ വകൈ എന്നാണ്. ചോള ഭരണകാലത്ത് കർഷകരുടെ കയ്യിലുള്ള ഭൂമി അറിയപ്പെടുന്നത് വെള്ളാൻ വകൈ. ചോള ഭരണകാലത്ത് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെടുന്നത് പള്ളിച്ചാണ്ടം എന്നായിരുന്നു. ചോള ഭരണകാലത്ത് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി അറിയപ്പെടുന്നത് പള്ളിച്ചാണ്ടം. മധ്യകാല ഇന്ത്യയിൽ കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിലനിന്നിരുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എണ്ണയാട്ടൽ, ശർക്കര നിർമ്മാണം, തുണി നെയ്ത്ത്, ചായം മുക്കൽ എന്നിവ. മധ്യകാല ഇന്ത്യയിൽ കാർഷികോൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിലനിന്നിരുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് എണ്ണയാട്ടൽ, ശർക്കര നിർമ്മാണം, തുണി നെയ്ത്ത്, ചായം മുക്കൽ എന്നിവ. മധ്യകാല ഇന്ത്യയിലെ പ്രധാന കൈത്തൊഴിൽ വ്യവസായം നെയ്ത്തായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ പ്രധാന കൈത്തൊഴിൽ വ്യവസായം നെയ്ത്ത്. മധ്യകാല ഇന്ത്യയിൽ തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകം ചർക്കയുടെ ഉപയോഗമായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ തുണി നിർമ്മാണ രംഗത്തെ പുരോഗതിയെ സഹായിച്ച പ്രധാന ഘടകം ചർക്കയുടെ ഉപയോഗം. ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയ നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട്. ഇന്ത്യയിൽ ചർക്ക ഉപയോഗിക്കാൻ തുടങ്ങിയ നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട്. ചർക്ക ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്കാർ മനസ്സിലാക്കിയത് ഏത് രാജ്യക്കാരിൽ നിന്നുമാണ്? ചൈന. ചർക്ക ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യക്കാർ മനസ്സിലാക്കിയത് ഏത് രാജ്യക്കാരിൽ നിന്നുമാണ്? ചൈന. തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച കണ്ടുപിടുത്തം ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറിയായിരുന്നു. തുണി നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ച കണ്ടുപിടുത്തം ചവിട്ടി പ്രവർത്തിപ്പിക്കുന്ന തറി. പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ആരംഭിച്ച സ്ഥലം ബംഗാളാണ്. പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് നൂലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ആരംഭിച്ച സ്ഥലം ബംഗാൾ. പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടുനൂൽ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ആരംഭിച്ച നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട്. പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടുനൂൽ ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ ആരംഭിച്ച നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട്. 1350-ൽ ഇസാമി രചിച്ച ഏത് കൃതിയിലാണ് ചർക്കയെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത്? ഫുത്തുഹുസാലാത്തീൻ എന്ന കൃതിയിലാണ് ചർക്കയെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത്. 1350-ൽ ഇസാമി രചിച്ച ഏത് കൃതിയിലാണ് ചർക്കയെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത്? ഫുത്തുഹുസാലാത്തീൻ എന്ന കൃതിയിലാണ് ചർക്കയെക്കുറിച്ചുള്ള ആദ്യ പരാമർശമുള്ളത്. ചർക്കയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള 15-ാം നൂറ്റാണ്ടിൽ രചിച്ച കൃതിയാണ് മിഫ്തഹുൽ ഫസല എന്നുള്ളത്. ചർക്കയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള 15-ാം നൂറ്റാണ്ടിൽ രചിച്ച കൃതിയാണ് മിഫ്തഹുൽ ഫസല എന്നുള്ളത്. 13-ാം നൂറ്റാണ്ടിൽ പുരോഗതി പ്രാപിച്ച വ്യവസായങ്ങളാണ് ലോഹ സംസ്കരണവും ഖനന വ്യവസായവും. 13-ാം നൂറ്റാണ്ടിൽ പുരോഗതി പ്രാപിച്ച വ്യവസായങ്ങളാണ് ലോഹ സംസ്കരണം, ഖനന വ്യവസായം എന്നിവ. കടലാസിന്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ച നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടാണ്. കടലാസിന്റെ ഉപയോഗം ഇന്ത്യയിൽ ആരംഭിച്ച നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട്.
മധ്യകാല ഇന്ത്യയിൽ ചെമ്പ് ഖനനം പ്രധാനമായും നടന്ന പ്രദേശം രാജസ്ഥാനാണ്. മധ്യകാല ഇന്ത്യയിൽ ചെമ്പ് ഖനനം പ്രധാനമായും നടന്ന പ്രദേശം രാജസ്ഥാൻ. മധ്യകാല ഇന്ത്യയിൽ രത്നം ഖനനം ചെയ്ത പ്രധാന നഗരമാണ് ഗോൽക്കൊണ്ട. മധ്യകാല ഇന്ത്യയിൽ രത്നം ഖനനം ചെയ്ത പ്രധാന നഗരമാണ് ഗോൽക്കൊണ്ട. മധ്യകാല ഇന്ത്യയിലെ കരകൗശല മേഖലയിലെ പ്രധാന തൊഴിലുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കടലാസ് നിർമ്മാണം, പരവതാനിയുടെ നിർമ്മാണം എന്നിവയാണ്. മധ്യകാല ഇന്ത്യയിലെ കരകൗശല മേഖലയിലെ പ്രധാന തൊഴിലുകൾ കടലാസ് നിർമ്മാണം, പരവതാനിയുടെ നിർമ്മാണം എന്നിവയാണ്. മധ്യകാല ഇന്ത്യയിലെ പ്രധാന ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളാണ് രാജസ്ഥാനിലെ സാമ്പാർ, പശ്ചിമ പഞ്ചാബ് എന്നിവ. മധ്യകാല ഇന്ത്യയിലെ പ്രധാന ഉപ്പ് നിർമ്മാണ കേന്ദ്രങ്ങളാണ് രാജസ്ഥാനിലെ സാമ്പാർ, പശ്ചിമ പഞ്ചാബ് എന്നിവ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയുമായി വ്യാപാരത്തിലേർപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. സുമാത്ര, ജാവ, പോർച്ചുഗൽ, പേർഷ്യ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഹോളണ്ട്, ചൈന എന്നിവരാണ്. മധ്യകാല ഇന്ത്യയിലെ കരവഴിയുള്ള പ്രധാന വാണിജ്യ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാഹോറിൽ നിന്ന് കാബൂളിലേക്കുള്ളത്, അതേപോലെ മുൾത്താനിൽ നിന്ന് കാണ്ഡഹാറിലേക്കുള്ളത്. മധ്യകാല ഇന്ത്യയിലെ കരവഴിയുള്ള പ്രധാന വാണിജ്യ മാർഗങ്ങളാണ് ലാഹോറിൽ നിന്ന് കാബൂളിലേക്ക്, മുൾത്താനിൽ നിന്ന് കാണ്ഡഹാറിലേക്ക് എന്നിവ. മധ്യകാല ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളാണ് താംബെ, ബ്രൂച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മസൂലിപട്ടണം, കോഴിക്കോട്, കൊല്ലം എന്നിവ. മധ്യകാല ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളായിരുന്നു താംബെ, ബ്രൂച്ച്, സൂറത്ത്, ഗോവ, നാഗപട്ടണം, മസൂലിപട്ടണം, കോഴിക്കോട്, കൊല്ലം എന്നിവ. മധ്യകാല ഇന്ത്യയിലെ തീരദേശ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന കച്ചവട വിഭാഗങ്ങളാണ് മാർവാടികളും ഗുജറാത്തികളും. മധ്യകാല ഇന്ത്യയിലെ തീരദേശ വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന കച്ചവട വിഭാഗങ്ങളായിരുന്നു മാർവാടികളും ഗുജറാത്തികളും. മധ്യകാല ഇന്ത്യയിലെ കരവഴിയുള്ള വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന കച്ചവട വിഭാഗങ്ങൾ മുൾത്താനികൾ, ഖുറാസികൾ എന്നിവരായിരുന്നു. മധ്യകാല ഇന്ത്യയിലെ കരവഴിയുള്ള വാണിജ്യത്തിൽ ഏർപ്പെട്ടിരുന്ന കച്ചവട വിഭാഗങ്ങൾ മുൾത്താനികൾ, ഖുറാസികൾ എന്നിവരായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന വിഭവങ്ങളാണ് പരുത്തിത്തുണികൾ, നീലം, പഞ്ചസാര എന്നിവ. മധ്യകാല ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പ്രധാന വിഭവങ്ങളാണ് പരുത്തിത്തുണികൾ, നീലം, പഞ്ചസാര എന്നിവ. മധ്യകാല ഇന്ത്യയിൽ പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്ന വിഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ലോഹങ്ങൾ, തുകൽ, വെൽവെറ്റ്, കുതിരകൾ, ഉണങ്ങിയ പഴങ്ങൾ എന്നിവയൊക്കെ ആയിരുന്നു. മധ്യകാല ഇന്ത്യയിൽ പ്രധാനമായും ഇറക്കുമതി ചെയ്തിരുന്ന വിഭവങ്ങള് ലോഹങ്ങള്, തുകല്, വെൽവെറ്റ്, കുതിരകൾ, ഉണങ്ങിയ പഴങ്ങൾ എന്നിവയൊക്കെ ആയിരുന്നു. ഇന്ത്യയിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നത് അറബികളായിരുന്നു. ഇന്ത്യയിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നത് അറബികളായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ്. മധ്യകാല ഇന്ത്യയിൽ കുതിരയെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുതിരച്ചട്ടികൾ എന്ന പേരിലാണ്. മധ്യകാല ഇന്ത്യയിൽ കച്ചവട പുരോഗതിക്കായി ഭരണാധികാരികൾ സ്വീകരിച്ച വിവിധ നടപടികൾ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്ന് വായിച്ചു പോയാൽ മതി. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു, കച്ചവടക്കാർക്ക് വായ്പ നൽകി, സരായികൾ അതായത് വിശ്രമ കേന്ദ്രങ്ങൾ പണിതു, ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പാക്കി, കാര്യക്ഷമമായ നാണയ സംവിധാനം നടപ്പാക്കി, തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി എന്നിവയാണ്. സൽത്തനത്ത് ഭരണകാലത്ത് നിലനിന്നിരുന്ന വെള്ളി നാണയം ഏതാണ് എന്ന് ചോദിച്ചാൽ തങ്കയാണ്. സൽത്തനത്ത് ഭരണകാലത്ത് നിലനിന്നിരുന്ന വെള്ളി നാണയം തങ്ക. സൽത്തനത്ത് ഭരണകാലത്ത് നിലനിന്നിരുന്ന ചെമ്പ് നാണയമാണ് ജിതൽ. സൽത്തനത്ത് ഭരണകാലത്ത് നിലനിന്നിരുന്ന ചെമ്പ് നാണയം ജിതൽ. അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ സ്വർണ്ണ നാണയമാണ് ഇലാഹി. അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ സ്വർണ്ണ നാണയം ഇലാഹി. അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയ വെള്ളി നാണയമാണ് ജലാലി. അക്ബർ ചക്രവർത്തി പുറത്തിറക്കിയിട്ടുള്ള വെള്ളി നാണയമാണ് ജലാലി. ഷേർഷാ പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമാണ് റുബി. ഷേർഷാ പ്രചാരത്തിലിറക്കിയ വെള്ളി നാണയമാണ് റുബി എന്ന് പറയുന്നത്.
മധ്യകാല ഇന്ത്യയിൽ ആദ്യകാലത്ത് കച്ചവടത്തിൽ പ്രധാനികളായിരുന്ന അറബികൾ ആരുടെ വരവോടെയാണ് പിന്തള്ളപ്പെട്ടത്? പോർച്ചുഗീസുകാരുടെ. മധ്യകാല ഇന്ത്യയിൽ ആദ്യകാലത്ത് കച്ചവടത്തിൽ പ്രധാനികളായിരുന്ന അറബികൾ ആരുടെ വരവോടെയാണ് പിന്തള്ളപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് അവര് പിന്തള്ളപ്പെട്ടത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തിന് തുടക്കമായത് ആരുടെ വരവോടെയാണ്? വാസ്കോഡഗാമയുടെ വരവോടെയാണ്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തിന് തുടക്കമായത് ആരുടെ വരവോടെയാണ്? വാസ്കോഡഗാമ. വാസ്കോഡഗാമ കോഴിക്കോടെത്തിയ വർഷം 1498. വാസ്കോഡഗാമ കോഴിക്കോട് എത്തിയ വർഷം 1498. പോർച്ചുഗീസുകാരെ തുടർന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവരാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ വിദേശികൾ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവരാണ്. കച്ചവട കുത്തകയ്ക്ക് വേണ്ടി പരസ്പരം മത്സരിച്ച വിദേശികളിൽ വിജയം നേടിയവർ ഇംഗ്ലീഷുകാരാണ്. കച്ചവട കുത്തകയ്ക്ക് വേണ്ടി പരസ്പരം മത്സരിച്ച വിദേശികളിൽ വിജയം നേടിയവർ ഇംഗ്ലീഷുകാരാണ്. മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങളുടെ എണ്ണം 2 മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങളുടെ എണ്ണം 2. മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങളിലൊന്നായ ഉല്ലൂഖ് എന്തിനെ ഉപയോഗിച്ചായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുതിരകളെ ഉപയോഗിച്ചിട്ടായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന തപാൽ സമ്പ്രദായങ്ങളിലൊന്നായ ഉല്ലൂഖ് എന്തിനെ ഉപയോഗിച്ചായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുതിരകളെ ഉപയോഗിച്ചിട്ടായിരുന്നു. മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ദാവ ഏതുതരം തപാൽ സമ്പ്രദായത്തിന് ഉദാഹരണമാണ്? കാൽനട. മധ്യകാല ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ദാവ ഏതുതരം തപാൽ സമ്പ്രദായത്തിന് ഉദാഹരണമാണ്? കാൽനട. ദാവ എന്ന തപാൽ സമ്പ്രദായത്തിൽ ഓരോ മൈലിലും എത്ര വീതം വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു? 3 വീതം. ദാവ എന്ന തപാൽ സമ്പ്രദായത്തിൽ ഓരോ മൈലിലും എത്ര വീതം വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു? 3 വീതം. മധ്യകാല ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ ഒന്ന് വായിച്ചു പോവാം. ലാഹോർ, ഡൽഹി, ഖണ്ഡേഷ്, ധാക്ക, അഹമ്മദാബാദ്, ബനാറസ്, ദൗലത്താബാദ് എന്നിവയാണ്. നഗരങ്ങളിലെ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളാണ് കാർഖാനകൾ. നഗരങ്ങളിലെ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളാണ് കാർഖാനകൾ. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലെ 3 വിഭാഗങ്ങളായിരുന്നു ഉപരിവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിവ. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലെ 3 വിഭാഗങ്ങളായിരുന്നു ഉപരിവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിവർ. ഉപരിവർഗത്തിൽ ഉൾപ്പെടുന്നവർ രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ്. ഉപരിവർഗത്തിൽ ഉൾപ്പെടുന്നവർ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ. മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നവർ ചെറുകിട മാൻസബ്ദാർമാർ, കച്ചവടക്കാർ എന്നിവരാണ്. മധ്യവർഗത്തിൽ ഉൾപ്പെടുന്നവർ ചെറുകിട മാൻസബ്ദാർമാർ, കച്ചവടക്കാർ എന്നിവരാണ്. താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്നവർ കൃഷിക്കാർ, കരകൗശല പണിക്കാർ, അടിമകൾ എന്നിവരാണ്. താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്നവർ കൃഷിക്കാർ, കരകൗശല പണിക്കാർ, അടിമകൾ എന്നിവരാണ്. മുഗൾ കാലഘട്ടത്തിലെ ചരിത്രരേഖകൾ നൽകുന്ന വിവരമനുസരിച്ച് നിലവിലുണ്ടായിരുന്ന കർഷക വിഭാഗങ്ങളായിരുന്നു ഗുത് കഷ്ത, പാഹി കഷ്ത എന്നിവർ. മുഗൾ കാലഘട്ടത്തിലെ ചരിത്രരേഖകൾ നൽകുന്ന വിവരമനുസരിച്ച് നിലവിലുണ്ടായിരുന്ന കർഷക വിഭാഗങ്ങളായിരുന്നു ഗുത് കഷ്ത, പാഹി കഷ്ത എന്നിവർ. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗങ്ങളിലെ പ്രബല വിഭാഗമായിരുന്നു സെമീന്ദാർമാർ. മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗങ്ങളിലെ പ്രബല വിഭാഗമായിരുന്നു സെമീന്ദാർമാർ. സെമീന്ദാർമാർ അറിയപ്പെട്ട മറ്റു പേരുകൾ ദേശ്മുഖ്, പാട്ടീൽ, നായക് എന്നിവയായിരുന്നു. സെമീന്ദാർമാർ അറിയപ്പെട്ട മറ്റു പേരുകളാണ് ദേശ്മുഖ്, പാട്ടീൽ, നായക് എന്നിവയൊക്കെ. മുഗൾ കാലഘട്ടത്തിലെ പ്രബല വിഭാഗമായിരുന്ന സെമീന്ദാരുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നോക്കാം, ഒന്ന് വായിച്ചു പോയാൽ മതി. വിശാലമായ കൃഷിയിടങ്ങളുടെ ഉടമകളായിരുന്നു, എന്നാൽ അവർ നേരിട്ട് കൃഷി നടത്തിയിരുന്നില്ല. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന സെമീന്ദാർമാർ ഭരണാധികാരികൾക്ക് വേണ്ടി നികുതി പിരിച്ചിരുന്നു. അവർക്ക് സ്വന്തമായി കോട്ടയും സൈനികരും ഉണ്ടായിരുന്നു. CE 14-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്തൂത്ത.
CE 14 നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരി ഇബ്നു ബത്തൂത്ത. ഡൽഹി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് അടിമകളെയും കുതിരകളെയും ഒട്ടകങ്ങളെയും സമ്മാനിച്ച സഞ്ചാരി ഇബ്നു ബത്തൂത്ത. ഡൽഹി ഭരണാധികാരിയായ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് അടിമകളെയും കുതിരകളെയും ഒട്ടകങ്ങളെയും സമ്മാനിച്ച സഞ്ചാരി ഇബ്നു ബത്തൂത്തയാണ്. മധ്യകാല ഇന്ത്യയിൽ യുദ്ധത്തടവുകാരായി പിടികൂടിയവരായിരുന്നു അടിമകളിൽ ഭൂരിഭാഗവും. ഇതിനു പുറമെ അടിമകളെ ഇറക്കുമതി ചെയ്ത പ്രദേശം ആഫ്രിക്കയാണ്. മധ്യകാല ഇന്ത്യയിൽ യുദ്ധത്തടവുകാരായി പിടികൂടിയവരായിരുന്നു അടിമകളിൽ ഭൂരിഭാഗവും. ഇതിനു പുറമെ അടിമകളെ ഇറക്കുമതി ചെയ്ത പ്രദേശമായിരുന്നു ആഫ്രിക്ക. ഇന്ത്യയിലെ സതി അനുഷ്ഠാനം നേരിൽ കണ്ട 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ഫ്രാങ്കോയിഡ് ബർണിയർ. ഇന്ത്യയിലെ സതി അനുഷ്ഠാനം നേരിൽ കണ്ട 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സഞ്ചാരി ഫ്രാങ്കോയിഡ് ബർണിയർ. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ പത്നിയായിരുന്നു നൂർജഹാൻ. മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീറിന്റെ പത്നി നൂർജഹാൻ. സൽത്തനത്ത് കാലത്തെ പ്രശസ്തയായ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. സൽത്തനത്ത് കാലത്തെ പ്രശസ്തയായ വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. ഹുമയൂണിന്റെ സഹോദരി ഗുൽബാദൻ ബീഗം. ഹുമയൂണിന്റെ സഹോദരി ഗുൽബാദൻ ബീഗം. ഷാജഹാന്റെ മകൾ ജഹനാര. ഷാജഹാന്റെ മകൾ ജഹനാര. ശിവജിയുടെ മാതാവ് ജീജാബായി. ശിവജിയുടെ മാതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ജീജാബായി ആയിരുന്നു. മധ്യകാല ഇന്ത്യയിലെ സ്ത്രീകളുടെ പൊതു അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ നോക്കാം, ഒന്ന് വായിച്ചു പോയാൽ മതി. പെൺകുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതരാകുന്നതിനാൽ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ലഭിച്ചിരുന്നില്ല. കാർഷിക മേഖലയിൽ വിത്ത് വിതയ്ക്കുന്നതു മുതൽ കൊയ്യുന്നതു വരെയുള്ള എല്ലാ ഘട്ടത്തിലും പങ്കാളികളായിരുന്നു സ്ത്രീകള്. നൂൽനൂൽപ്പ്, മൺപാത്ര നിർമ്മാണം, വസ്ത്രാലങ്കാരം എന്നീ രംഗങ്ങളിൽ സ്ത്രീകൾ അന്ന് പ്രവർത്തിച്ചിരുന്നു. മധ്യകാലത്തും ജാതി അടിസ്ഥാനമാക്കിയുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിച്ചത് സ്വാഭാവികമായിട്ടും ബ്രാഹ്മണർക്കായിരുന്നു. മധ്യകാലത്തും ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിച്ചത് ബ്രാഹ്മണർക്കായിരുന്നു. മുഗൾ ഭരണാധികാരിയായ ബാബറിന്റെ മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ കൂട്ടങ്ങളെയും ജാതികളെയും പറ്റി പറയുന്ന പുസ്തകമാണ് ബാബർനാമ. മുഗൾ ഭരണാധികാരിയായിട്ടുള്ള ബാബറിന്റെ മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന തൊഴിൽ കൂട്ടങ്ങളെയും ജാതികളെയും പറ്റി പറയുന്ന പുസ്തകമായിരുന്നു ബാബർനാമ. ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.